വിജയ് CM ആയതിനു ശേഷം നമ്മൾ ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ പോവുകയാണ്. മട്ടൻ ബിരിയാണിയും ടോട്ടൽ ഞാൻ എന്തോന്നാണ് പറഞ്ഞത്, എനിക്കറിയാം. അവിടെ വെച്ച് കഴിച്ചപ്പോൾ ഇത് തന്നെയാണ്. നാളെ നമുക്ക് ഈ ഗ്രൗണ്ടിലാണ് കളി. അപ്പം നമ്മൾ ജസ്റ്റ് ഗ്രൗണ്ടൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് വന്നതാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ടൂർണമെൻറ്റ്, അതായത് 4 ടീമിൻ്റെ ഒരു ടൂർണമെൻറ്റ് കളിക്കാനായിട്ട് ഇത് ലൈഫിൽ ആദ്യമായിട്ടാണ്, അതായത് ക്രിക്കറ്റിന് വേണ്ടിയിട്ട് വേറൊരു സംസ്ഥാനത്തിലോട്ടൊക്കെ പോകുന്നത്. കാരണം ഇനി അടുത്ത കളി തമിഴ്നാടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ കാണുമ്പോൾ അറിയാം, ഇവിടെ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മഴയായി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഓഫ് സീസണാണ്, ഇവിടെ അധികം കളികളില്ല. ദീപക് ഒരു ടൂർണമെൻറ്റ് പിടിച്ചായിരുന്നു. അപ്പം നമ്മുടെ സേലത്ത് ഒരു 4 ടീമിൻ്റെ കളി, അത്യാവശ്യം നല്ല കിടിലൻ ഗ്രൗണ്ടാണ്. ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷമാണ് നമ്മൾ തമിഴ്നാട് തന്നെ പോകുന്നത്. അവിടെ അനീഷ നമ്മളന്ന് എപ്പോഴാണ് തമിഴ്നാട് പോയാൽ നമ്മൾ ഈ കൊടൈക്കനാൽ പോയത് 2019. അതിനുശേഷം 2026 നമ്മൾ തമിഴ്നാട് പോകണം കേട്ടോ. വിജയ് CM ആയതിനു ശേഷം നമ്മൾ ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ പോവുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് ഫുൾ നമ്മൾ ട്രാവലാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 587 കിലോമീറ്റർ ഉണ്ട്. 11 മണിക്കൂറത്തെ യാത്രയുണ്ട്. ട്രെയിൻ ടിക്കറ്റ് നോക്കി പക്ഷേ കിട്ടിയില്ല. അങ്ങോട്ട് കിട്ടി, തിരിച്ചുള്ളത് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ വെച്ച് കാറിൽ പോകുമെന്ന് വിചാരിച്ചു. അനീഷ്, എന്താണ് പറയാനുള്ളത്? നല്ല ക്ഷീണം കാണും. 12 മണിക്കൂർ വണ്ടിയിൽ ഒരേ ഇരിക്കണം. പിന്നെ നമ്മൾ ആലോചിച്ച് ക്രിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ സംസ്ഥാനത്ത് വരെ പോകും. ഇനി നമ്മൾ വേറെ രാജ്യത്ത് പോകും. അങ്ങനെയൊക്കെ നമ്മൾ കുറേ മാച്ച് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മളെന്ന് പറഞ്ഞാൽ ഫുൾ നമ്മൾ ട്രാവൽ ഇതൊക്കെ ആയിരിക്കും. അവിടുത്തെ എങ്ങനത്തെ നല്ല നല്ല ഫുഡുകൾ ട്രൈ ചെയ്യണം. കാരണം വർഷങ്ങളായി തമിഴ്നാട്ടിൽ ട്രൈ ചെയ്യണതാണ് മെയിൻ. ഫുഡ് ട്രൈ ചെയ്ത പണിയാവുന്നത്. ഈ നെഗറ്റീവ് അടിക്കല്ലേ, നമ്മളെല്ലാം ട്രൈ ചെയ്യും നല്ല നല്ല ഫുഡുകൾ. പിന്നെ തമിഴ്നാട്ടിൽ 10 രൂപ കുറവാണ് ഡീസലിനൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിരുന്നത്തെ ഫുൾ നമ്മൾ ട്രാവൽ വ്ളോഗായിരിക്കും. ഇനി നേരെ നമ്മൾ ദീപകിനോട് പിക്ക് ചെയ്ത് നമ്മൾ നേരെ സേലം. ദീപന് തൂക്കി അളിയാ. തമിഴ്നാട്ടിൽ കയറിയിട്ട് നല്ല കടയില് ബ്രേക്ക്ഫാസ്റ്റ്. സൂപ്പർ. ഓക്കെ, അറിയാമോ കടറി? അറിയാമോ? വെജിറ്റേറിയൻ നോൺ വെജ്? നോൺ വെജ്. ഓക്കെ, നോൺ വെജ് ആണെങ്കിൽ അങ്ങ് പോകണം, കുറച്ച് ദൂരം പോകണം. അപ്പുറത്ത് എല്ലാം നമ്മളിന്ന് തമിഴ്നാട് ഫുഡ് ട്രൈ ചെയ്യാൻ പോവുകയാണ് ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷം. അങ്ങ് എത്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഴിച്ച് അല്ലെ അവിടെ മഴ ഉണ്ടാവോ? അവിടെ ഇല്ല. ഞാൻ 40 ഡിഗ്രി ചൂടാവും. 40 ഡിഗ്രി ചൂടാവും. ഭാഗ്യം. ഇവിടെ മഴ. നമ്മളിവിടെ നിന്ന് ഇപ്പം കേരളം വിടുകയാണ്. ഇനി എത്ര മിനിറ്റ് ഉണ്ടല്ലേ തമിഴ്നാട് കയറാൻ? ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ബോർഡർ. അതിന്റെ ഇപ്പുറത്തെ കേരളം. ഇപ്പൊ നമ്മളിരിക്കുന്ന കേരളത്താണ്. ഒരു 100 മീറ്റർ അപ്പുറത്ത് പോയാൽ തമിഴ്നാട്. അപ്പൊ വാ പോവാ. ഓക്കെ. ഈ പുള്ളി കേരളം വിട്ടത് പറഞ്ഞില്ല, തമിഴ്നാട് കയറിയത് പറഞ്ഞില്ല. പാവപ്പെട്ട ചെറുക്ക്. ഓരോരുത്തരായിട്ട് ഉറങ്ങിയാലേ ഓരോരുത്തരായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും ഉറക്കം തന്നെ. നിനക്ക് പറ്റില്ലല്ലേ? അറിഞ്ഞിട്ട് വണ്ടി ഓടിക്കാനുള്ള പറ്റങ്ങ് പറഞ്ഞ ആദ്യമേ. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നല്ല മൂടാണെങ്കിൽ ഞാൻ തന്നെ ഓട്ടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങള് നീ പോവാ. തിരുനെൽവേലി നാഗർകോവിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡില റോഡാണ്. അങ്ങോട്ട് കണ്ണാടി റോഡാണ്. അതാണ് പ്രശ്നം. കർണാടക റോഡാകുമ്പോഴാണ് പ്രശ്നം പറഞ്ഞത്. ഓക്കെ, എന്തായാലും വളവും തിരിവാകുമ്പോൾ നമ്മൾ കേരളത്തിന്റെ റോഡും തമിഴ്നാടിന്റെ റോഡും നീ ഇന്ന് നിനക്ക് മനസ്സിലാവും, ഡിഫറൻസ് മനസ്സിലാവും എങ്ങനെ ഇരിക്കണത്. ഗായ്സ്, ഇനി 502 കിലോമീറ്റേഴ്സ്. 3:19 നമ്മൾ കഴിച്ചിട്ടൊക്കെ. ഓ, ഇവിടെ കൂടെ പോയ 8 മണിക്കൂർ നോക്കിയപ്പോഴത്തേക്ക് എത്ര മണിക്കൂർ 11 മണിക്കൂറുണ്ട് അതുവഴി പോകണമെങ്കിൽ. ഇത് റോഡിന്റെ പ്രത്യേകതയാണ്. യെസ്, എന്തായാലും നമ്മളൊരു 4-5 മണിയാവും. കാരണം ഫുഡ് കഴിച്ച് നമ്മള് ചില്ല് ചെയ്തല്ലേ പോകുള്ളൂ. ഇതാണ് ബോർഡർ. യെസ്, വിജയ് CM ആയതിനു ശേഷം നമ്മൾ തമിഴ്നാട്ടിലോട്ട്. എത്ര നാൾക്ക് ശേഷം അറിയാമോ? നമ്മള് ഒരിക്കൽ കൊടൈക്കനാല് പോയത് ഓർമ്മ തമിഴ്നാട്. 2019 എന്നാണ് അനീഷേ? 2019. അതിനുശേഷം എന്താ നമ്മൾ തമിഴ്നാട്. ക്രിക്കറ്റ് കളിക്കുന്നത് ആദ്യമായിട്ടാണ് വേറൊരു സംസ്ഥാനത്തിലോട്ട് പോണത് തന്നെ. ഇതൊരു തുടക്കമാവട്ടെ. തമിഴ്നാട്ടിൽ അത്യാവശ്യം മട്ടൺ കിട്ടുന്ന ഒരു കടയിലോട്ടാണ് വന്നത്. പക്ഷെ നമ്മുടെ നല്ല സമയത്തിന് മട്ടൻ ഇല്ല. ഇപ്പം നമ്മൾ രാവിലെ ഞാൻ പൊറോട്ടയും ഞാൻ പൊറോട്ടയും ബീഫും. ദീപക്കളിയൻ അപ്പവും ബീഫും, ആകാശം അപ്പവും ബീഫും, അനീഷ് പൊറോട്ട. വാ, കിടിലൻ ചായ.
ഗൈസ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദീപക് പറഞ്ഞ കളി ഇവിടെ മട്ടൻ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞ് അങ്ങനെ കൊതിമുത്ത് പോയ കേട്ടോ. അല്ലെങ്കിൽ 7 മണിക്ക് നമ്മൾ കഴിക്കൂല. കഴിയാൻ പോയപ്പോൾ അവിടെ മട്ടൻ തീർന്നു. മട്ടൻ ഇല്ല, അതിൻ്റെ മാസ്റ്റർ വന്നില്ല എന്ന്. പിന്നെ നമ്മൾ പെറോട്ടയും ബീഫും കഴിച്ച ഒരു അപ്പം കഴിച്ചു. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നടാ? സൂപ്പർ. അപ്പം നല്ല രസമായിരുന്നു. കാണുമ്പോൾ തന്നെ ചമ്മന്തി. പോത്താണോ? പോത്തും ബീഫും ഒന്നല്ല, വേറെയാണ്. ഓ അങ്ങനെ, സോറി എനിക്ക് തെറ്റ് പറ്റി കേട്ടോ. പിന്നെ ചായ, ഞാൻ ഒരു ചായ അഡിക്റ്റാണ്, അതുകൊണ്ട് ചായയെ പറ്റി ഞാൻ റിവ്യൂ പറയും. ചായ കിടില്ല. അശോക് എന്തോടെ കടയുടെ പേര്? ഹോട്ടൽ അശോക കളീക്കവള. തമിഴ്നാട്ടിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ വെള്ളത്തിന് ചെറിയ കട്ടിയുണ്ട്. നമ്മൾ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അല്ലടാ കട്ടിയാണ്, കുറച്ച് ഹാർഡാണ്. ഉള്ളതുകൊണ്ട് നമുക്ക് ഓണം പോലെ ഇനി അടുത്ത് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മളെ തമിഴ്നാട്ടിൽ 4 രൂപയുടെ വ്യത്യാസമാണ് കേട്ടോ. കേരളത്തിൽ നോക്കുമ്പോൾ 4 രൂപയുടെ വ്യത്യാസമാണ് നമുക്ക്. ഓരോ പമ്പിലും മാറും കേട്ടോ. ഓരോ പമ്പിൽ ഇല്ലെന്നോ. നമ്മൾ കുറച്ച് മറ്റവിടെ ഇതിൻ്റെ, അതായത് നമ്മളെ തമിഴ്നാടോട്ട് കയറുന്നതിൻ്റെ അവിടെ നമ്മളെ സെയിം ഇത് തന്നെയാണ് 104 രൂപ സംതിങ്. പക്ഷെ കുറച്ചുകൂടി അകത്തോട്ട് വന്നപ്പോൾ ഇപ്പം നാഗർകോവിലല്ലേ, ഇപ്പോൾ നാഗർകോവിലെത്തിയപ്പോൾ 100 രൂപ 41, 4 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇപ്പോഴേ ഞാൻ ഇവനായിട്ട് ഏകദേശം ഇപ്പം കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യും ഞാൻ പറയും. ഈ KCCL കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവനായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആയത്. ഇവൻ ട്രിവാൻഡ്രത്താണ്, എൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാളുടെ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഇയാൾ ഈ ഒരു സ്വഭാവമുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡായിരിക്കും. ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇങ്ങനെയായിരുന്നു, ഇത്രയും വലിയ മനുഷ്യനാണ്. അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോ ഇവൻ കണ്ടിട്ട് എൻ്റെ അടുത്ത് എല്ലാ കാര്യം ഓപ്പണായിട്ടേ പറയുള്ളൂ. അവൻ മറ്റേ അയ്യോ ഞാൻ ഇങ്ങനത്തെ ഒരാളാണെന്ന് പറഞ്ഞിട്ട് മറ്റേ സൂചിപ്പിക്കാൻ വേണ്ടി പറയില്ല. അപ്പോൾ ഇവൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ് സത്യം പറയല്ല അളിയാ, നിന്നെ കണ്ടപ്പോൾ, അതായത് നമ്മൾ KCCL കഴിഞ്ഞ് നമ്മളെല്ലാം ഒരുമിച്ചാണ് എറണാകുളത്ത് നിന്ന് കയറി വന്നത്. എനിക്ക് ചായ നല്ല ചൂടത്തൊരു ചായ. അപ്പോഴാണ് ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓപ്പണായിട്ടൊരു കാര്യം പറയണം. അളിയാ നിന്നെ കണ്ടപ്പം ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡായിട്ടാണ് വിചാരിച്ചത്. അതിൻ്റെ ഞാൻ ചോദിക്കട്ടെ, എന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും? സത്യം പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അത് തെറ്റിദ്ധാരണ ചില സമയം. അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. വീഡിയോ ഒക്കെ സ്ഥിരം ചെയ്യണ സമയത്ത് എങ്ങനെ പോയാലും നമ്മളെയൊക്കെ കാണുമ്പോൾ സംസാരിക്കുമോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുമോ, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. എന്തായാലും ഇവൻ വീഡിയോ ചെയ്യണമല്ലേ, എന്തായാലും അവൻ അതിൻ്റെതായ ആറ്റിറ്റ്യൂഡ് കാണും, അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ച് ഒരു താല്പര്യമില്ല. കാരണം ആ കൂട്ടുകെട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നിന്നാളെ ആദ്യമൊക്കെ നമ്മളാദ്യം കമ്പനി ആവുന്നത് നമ്മുടെ നമ്മുടെ റെഡ് ബോൾ ECL ടൂർണമെന്റിലാണ്. അപ്പോൾ നമ്മൾ വരുന്നു, എല്ലാവരുടെ അടുത്തും ഫസ്റ്റ് കളിയല്ലേ, എൻ്റെ ആദ്യത്തെ കളിയാണ് ECL ക്രിയേറ്റീവ് സ്കൂളിൻ്റെ അടുത്ത്. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് വരുമ്പം അളിയാ അത്ര തന്നെ. അടുത്തോട്ട് സംസാരിച്ച് അപ്പോഴും വലിയ കമ്പനി ആവണില്ല. അപ്പോഴും കളിക്കാൻ വരുന്നു, സച്ച് ബോൾ ചെയ്യുന്നു, ഞാൻ കീപ്പ് ചെയ്യുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കുന്നു, അതവിടെ ഗ്രൗണ്ടിൽ വെച്ച് തീരുന്നു. പുറത്ത് വെച്ചുള്ള അങ്ങനെ സംസാരമില്ലല്ലോ. ഞാനും അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നില്ല, അവൻ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്ന. പിന്നെ ഈ KCCL കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് സംസാരിച്ച് ഞാനും അങ്ങോട്ട് പോയി സംസാരിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഡോണ്ട് ജഡ്ജ് എന്തോന്ന് അങ്ങനെ ഒരു സാധനം, ബുക്ക് ബൈ എ കവർ. അതായത് ഒരാളൊരിക്കലും അയാളുടെ ഫേസിനെയോ അല്ലെങ്കിൽ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡിനെയോ വെച്ച് നമ്മളൊന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇടപഴകുമ്പോഴേ ഒരാളുടെ ക്യാരക്ടർ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് ഇന്ന് എനിക്ക് പറഞ്ഞതല്ല. KCCL ശേഷം എനിക്ക് ഒരു ഗ്ലൗ ഒക്കെ സ്പോൺസർ ചെയ്ത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ. അല്ലെങ്കിൽ അല്ല അത് സംഭവം വെച്ചാലേ ഗ്ലൗവിന്റെ ഇതെന്ന് പറഞ്ഞാൽ അപ്പോഴും ഈ ഗ്ലൗ സ്പോൺസർ ചെയ്യണ സമയത്തും എൻ്റെ അടുത്ത് വലിയ കമ്പനി അല്ലേ അത്ര കമ്പനി അല്ല. സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ KCCL സമയത്തില്ലേ, ആ സമയത്ത് അപ്പൊ ഇവനാണ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ, ബെസ്റ്റ് ബോളർ, MVP. അപ്പോൾ 3 ഇവന് കൊടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ അവർ പറഞ്ഞ എടാ ഇപ്പം MVP മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ ആണല്ലോ ഒരു ടൂർണമെന്റ് ഏറ്റവും വലുത്, അപ്പം അത് അവന് കൊടുത്തിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചാർലി പോയി സംസാരിച്ചവൻ പറഞ്ഞ് ഇവൻ പറഞ്ഞാടാ എനിക്ക് ട്രോഫി ഉണ്ട്, എനിക്കൊരു ഗ്ലൗ മേടിച്ച് തരുമെന്ന്, ഗ്ലൗ സ്പോൺസർ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ചാർലി വന്നിട്ട് ചോദിച്ച് എടാ ഇതൊക്കെ അവന് ഗ്ലൗവും ഉണ്ടെങ്കിൽ സ്പോൺസർ ചെയ്താൽ മതി, അവന് ട്രോഫി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരു പ്ലെയർ അങ്ങനെ പറയുമ്പം അത് അവന് അത്രയും ആവശ്യമുള്ളൊരു സാധനമായിരിക്കും, അവന് ചിലപ്പോൾ അത് വാങ്ങാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് പോസിറ്റീവ് തോന്നുന്നു. കാരണം ഞാനൊക്കെ അത് ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ആരുടെയും ചോദിച്ചെങ്കിലും ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിലെന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞു അത് മതിയാ. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. എന്തായാലും അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെയാണ് മേടിച്ചു കൊടുക്കണം എന്നുള്ള 100 ആ ബോധം എനിക്ക് നല്ല ഉണ്ട്. അപ്പോൾ ഞാൻ പറയാമെങ്കിൽ ഞാൻ നിനക്ക് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മേടിച്ചു കൊടുക്കും. അങ്ങനെ ആ വേയിൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ആദ്യം കണ്ടപ്പോൾ നിന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡായിട്ടാണ് തോന്നിയത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എൻ്റെ ലുക്കിൽ ഇങ്ങനെ തോന്നുവളിയാ. ഞാൻ അപ്പോഴും ഞാനിന്ന് ഇങ്ങനെ ആലോചിക്കും, ഞാൻ ട്രോമയായിപ്പോയി. അയ്യോ ഞാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നാൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് അങ്ങനെ എങ്ങനെയാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ എൻ്റെ കമ്പനിയുള്ള ഒരാൾ പോലും എൻ്റെ അടുത്ത് ഇന്നവർ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് കമ്പനിയുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ള സംഭവം. പല ആൾക്കാർ പല രീതിയിലാണല്ലോ നമ്മളെ കാണുമ്പോൾ വിചാരിക്കുന്നത്. അതിപ്പോൾ ഒരാളിങ്ങനെ പറയുമ്പോഴേ നമുക്കറിയണം സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ഞാൻ ഈ കണ്ണാടിയൊക്കെ വെച്ച് നിൽക്കുന്നത്. കാരണം അത് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വന്നിരിക്കണതൊക്കെ. നിങ്ങൾ വന്ന് സംസാരിച്ച കണ്ണാടിയുടെ അകത്തുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റൂലല്ലോ. കണ്ണാടി ഇട്ടും കൊണ്ട് ഇങ്ങനെ ഇരിക്കും. വന്നിരിക്കുമ്പോ നമുക്ക് തോന്നും യോവൻ പാവമാണെന്ന്. ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മനസ്സിലാവുന്നത്. അനീഷിനെ അങ്ങനെ തന്നെ വിചാരിച്ചത്. അനീഷിന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അവൻ ഒരു ശരി സൈലന്റ് ആണ്. അവൻ പുറത്തു പോയാലും ഭയങ്കര ഇതാണ്. പക്ഷെ മെച്യൂരിറ്റി പേഴ്സൺ, ഒരു ഗ്യാങ്ങിൽ ഒരു മെച്യൂരിറ്റി പേഴ്സൺ കാണുമല്ലോ, അതാണ് അനീഷ്. 17 വയസ്സിൽ അവ മെച്യൂരിറ്റി പിടിക്കാൻ തുടങ്ങിയാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെ ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആൾ ഞാനാണ്. എവിടെ പോയാലും ആൾക്കാർ സംസാരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഞാൻ ഒന്ന് കമ്പനി ആയി കഴിഞ്ഞാൽ ഞാൻ മറ്റേ നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ നിൽക്കുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ. പൊതുവെ എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ചിലപ്പോൾ എന്നെ കണ്ട് ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് സംസാരിച്ചവനായിരുന്നു, പിന്നെ അളിയാൻ ബന്ധമാവും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ തമിഴ്നാട് എത്തി. ഇത് 2ാമത്തെ ചായ. ഇപ്പം ഏകദേശം 10 മണിയായി. 10 മണിയായി ചായ കുടിക്കണം മണ്ടായി. സത്യം അറിഞ്ഞൂടെ കഴിച്ചു. ഞാൻ ഭയങ്കര ഒരു ടീ അഡിക്റ്റ് ആണ്. പയ്യെ മാറ്റണം. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ടായി. ഞാൻ എൻ്റെ ലൈഫിലല്ലേ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു കേരളം വിട്ട് വന്ന് ക്രിക്കറ്റ് കളിക്കണം. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പൊളിക്കാം. ഇത് എല്ലാത്തിനും തുടക്കമാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലായിടത്തും പോയി മാച്ച് കളിച്ച എക്സ്പീരിയൻസ്. അതെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ നെറ്റ്സ് ഒന്നും അല്ല, നമ്മൾ മാച്ച് എക്സ്പീരിയൻസ് ചെയ്താലേ നമ്മളെ കളി ഇമ്പ്രൂവ് ആവുള്ളൂ. അവിടെ പോയി നമ്മളെ ടെക്നിക്കൽ വൈസ് നമ്മളെ മിസ്റ്റേക്ക് തിരുത്താം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പഠിച്ചു വെച്ചാൽ എൻ്റെ കോച്ച് തന്നെയാണ് പറഞ്ഞത് മാച്ച് എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ അവിടെ പോയി നമ്മളിപ്പോൾ തുടക്കമാണ്. അപ്പോൾ അവിടെ ഒരുപാട് മിസ്റ്റേക്കുകളും എല്ലാം ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഓരോ മാച്ച് കഴിയുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആവും. അപ്പോൾ നമ്മൾ കുറേ മാച്ച് കളിക്കുമ്പോഴാണ് നമ്മൾ സെറ്റ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ ടെന്നീസ് ബോളിലായിരുന്നാലും കുറേ മാച്ച് നമ്മളിങ്ങനെ കളിച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ സാധനം കിട്ടും. നമ്മൾ ആ ഒരു കളി വരും. ഇപ്പോൾ സ്റ്റിച്ച് കളിച്ചു തുടങ്ങിയപ്പോൾ ടെന്നീസിലെ കളി പോയി. രണ്ടും കൂടെ ബോളി മാത്രമേ ഇപ്പോൾ നടക്കണുള്ളൂ. ഒരിക്കലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം 22 യാർഡിലും 18 യാർഡിലാണ് കളിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ, അതിൽ അനിൽ പാലക്കാട് ഫാൻ പോയി. ഞാൻ ഫാൻ പോയാണ്. ഞാൻ പുള്ളിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. ഫാൻ പോയി ആടി. സ്റ്റിച്ചിലെ കളി, ടെന്നീസിലെ കളി. ഞാൻ അങ്ങനെ കളിയൊക്കെ വാച്ച് എങ്ങനെയൊക്കെ എടുത്ത് അടിക്കണമെന്നുള്ള സ്റ്റിച്ചില് അതുപോലെ കളിക്കും. അത് സമ്മതിച്ചു. അതൊരു കിടില. ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇയാൾ എങ്ങനെ ഈ 2 ബോൾ ഒരേപോലെ കളിക്കണം. അതെ ഇവിടെ ഞാൻ നോക്കുമ്പം ഒരു 6-7 മാസം പുറത്തായിരിക്കും. അവിടെ കിടന്ന് സ്റ്റിച്ചിൽ ഒരേ കളിയായിരിക്കും. എന്നിട്ട് നാട്ടിൽ വരുമ്പോ ഇനി ഇവിടെ ടെന്നീസ് ബോളിലൊന്നും കളിക്കൂലായിരിക്കും എന്ന് പറഞ്ഞ് നോക്കുമ്പോ വീഡിയോ കാണുമ്പോ ഒരേ അടി എടുത്തിട്ട് എല്ലാത്തിനും സെറ്റ്. അതൊക്കെ ഒരു മൈൻഡാണ്. കിടിലം. ഹാറ്റ്സ് ഓഫ് ബ്രോ. ഗൈസ് അങ്ങനെ നമ്മൾ ദിണ്ടിക്കൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ദിണ്ടിക്കൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇവിടുത്തെ ഏറ്റവും ഫേമസ് തളപ്പാക്കട്ടി അല്ലേ, തളപ്പാക്കട്ടി ബിരിയാണി. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. കാരണം നമ്മളവിടെ ഒരു തളപ്പാക്കട്ടി ഉണ്ട്, പക്ഷെ അവിടുത്തെ നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ദീപക്കാട് പറഞ്ഞ ഇവിടത്തെയാണ് അടിപൊളി എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ ഒറിജിനൽ ബ്രാൻഡാണ് ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഒറിജിനൽ ബ്രാൻഡ്. ഇവർക്കറിയാം. ഓക്കെ, എന്തായാലും നമ്മളിവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം. അവിടുത്തെ നമ്മളത്തെ അതേ സെയിം ആണോ അതോ വ്യത്യസ്തമായിട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ടേസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. നീ കഴിച്ചിട്ടുണ്ടല്ലേ അവിടുത്തെ? കഴിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും കഴിച്ചിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റ് ഇപ്പം എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇവിടുത്തെ കഴിച്ചിട്ടുള്ള ഞാൻ എന്തായാലും അവിടുത്തെ അല്ലേ ഇത്രയുള്ള ഒരു 3-4 പീസ്. പക്ഷേ ഇവിടുത്തെ വെയില് ചേട്ടാ ഒമ്പോ ഈ അൽഫാമിന്റെ ഒക്കെ ഇതിന്റെ തീരെ അടുത്തിരിക്കൂല അതുപോലെ ഉണ്ട്. തളപ്പാക്കട്ട് ചിക്കൻ ബിരിയാണി. മട്ടൻ ബിരിയാണിയും ടോട്ടൽ. ഞാൻ എന്തോന്നാണ് പറഞ്ഞത് എനിക്കറിയാം. അവിടെ വെച്ച് കഴിച്ചപ്പോൾ ഇത് തന്നെയാണ് അമ്മാര് പീസ് ഇങ്ങനെ കൊടുക്കുള്ളൂ. ചിക്കൻ ഇത് തന്നെയായിരുന്നു. ചിക്കൻ കഴിച്ചിട്ടുണ്ട് 2 പീസേ ഉള്ളൂ.
ടേസ്റ്റ് എങ്ങനെയുണ്ട് ടേസ്റ്റ് കൊള്ളാമോ അത് ടേസ്റ്റ് എങ്ങനെയുണ്ട് പീസ് രണ്ടും ചെറിയ പീസ് തന്നെയുള്ളൂ. ഇനി ഞാനും കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് എങ്ങനത്തെ ബിരിയാണി എന്നറിയാം ഇഷ്ടം. നമ്മൾ പണ്ട് മറ്റേ നാലാന്തരം ഒരു കഴിക്കുമല്ല മലബാർ ദം ബിരിയാണി, എനിക്കതാണ് ഇഷ്ടം. ഇത് തമിഴ്നാട് ബിരിയാണി. തമിഴ്നാട് ബിരിയാണി കൊള്ളാം, പക്ഷേ അതെ ഫ്ലേവറാണ്. പിന്നെ ക്വാണ്ടിറ്റി അത് കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ ഒറിജിനൽ ബ്രാഞ്ച് തന്നെയാണ് നമ്മുടെ കേശവദാസപുരത്തുള്ള തലപ്പാക്കട്ടി തെളിയിച്ചിരിക്കുന്നു ബിരിയാണി. ഒരു മാറ്റമില്ല, ഓജി ബ്രാൻഡ്. കാരണം 400 രൂപയുടെ മട്ടൻ ബിരിയാണിയാണ്, ഇത് 300 രൂപയുടെ ചിക്കൻ ബിരിയാണിയാണ്. അതിനുള്ള ക്വാണ്ടിറ്റി റൈസിനുണ്ട്, പീസിനില്ല. ഓക്കെ, സാമ്പാറാണ് അത്. കുളമ്പുണ്ടോ അതുകൂടി ചോദിച്ചോട്ട് അത് ഒഴിച്ച് വേണം കഴിക്കാൻ. ആണോ പറയേണ്ടത്? കുളമ്പാടാ ഒളിപ്പിച്ച് വെക്കാതെ. അത് സാമ്പാറല്ല കളിയാ, സാമ്പാറല്ല, വഴുതനയുടെ കറിയാണ്. വഴുതന അല്ലേ? അതല്ലേ കത്തിരിക്ക. ഇത് എനിക്കിഷ്ടമല്ല. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ലൈം ജ്യൂസ് തണുപ്പില്ല. ഓക്കെ, അസ്തീശ്വർ ഞാറിയും കൊണ്ട് പോലും 80 രൂപ. ഹേയ് ഗൈസ്, അങ്ങനെ നമ്മൾ തലപ്പാക്കട്ടി ദം ബിരിയാണി കഴിച്ചു കഴിഞ്ഞു. എന്നെ തള്ളക്ക് വിളിക്കല്ലോ പ്ലീസ്. ഇല്ല, ഇവൻ പറഞ്ഞിട്ടുണ്ട് വന്നത്, പക്ഷേ ഇവരുടെ സെയിം ബ്രാഞ്ച് തന്നെയാണ് കറക്റ്റ് നമ്മുടെ കേശവദാസപുരത്തും ഉള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് മോശമല്ല, ഈ സംഭവം റൈസും കാര്യങ്ങളൊക്കെ കൊള്ളാം. എൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയല്ല, എനിക്ക് കുറച്ച് മസാലയൊക്കെ ഉള്ള ദം ബിരിയാണിയാണ് ഇഷ്ടം. അനീഷിനും ഈ റൈസ് ഇഷ്ടം. അനീഷ് എങ്ങനെയുണ്ട്? ബിരിയാണി ക്വാളിറ്റി ബേസ് ബിരിയാണി നല്ല ക്വാളിറ്റി ഉള്ള ബിരിയാണിയാണ്, പക്ഷേ പീസ് കുറവായിരുന്നു. പീസില്ല. പീസ് കഴിക്കാൻ പോകുന്നവര് അതെ വിഷമിക്കും. കറക്റ്റ് അളിയൻ കഴിച്ചു. അളിയനെ എല്ലാം ഓക്കെ ആണല്ലേ അളിയ? അങ്ങനെയൊന്നുമില്ല. വീണ്ടും നമ്മൾ യാത്ര തിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 100 കിലോമീറ്റർ കൂടി ഉണ്ട്. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ സേലം എത്തിയിരിക്കുകയാണ്. നാളെ നമുക്ക് ഈ ഗ്രൗണ്ടിലാണ് കളി. അപ്പം നമ്മൾ ജസ്റ്റ് ഗ്രൗണ്ടൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് വന്നതാണ്. കൊള്ളാം, നല്ല ഗ്രൗണ്ട്, നല്ല പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്ന ഒരു ഗ്രൗണ്ട്. ചെറിയ ആവി 5 മണിക്ക് പക്ഷെ ഇവിടുത്തെ 3 മണിക്കൊക്കെ ഉള്ള, നമ്മളിവിടുത്തെ 3 മണിക്കൊക്കെ 8 മണി വരെ കളിക്കാൻ തോന്നണം എനിക്ക് കണ്ടിട്ട്. അതായിരിക്കും പെട്ടെന്ന് ഇരുട്ടൂലാന്ന് തോന്നുന്നു. വരിയാർ സ്പോർട്സ്. അത് തന്നെ വരിയാർ സ്പോർട്സ്. ഇത് വലിയ ഇൻഡസ്ട്രിയാണ് അവിടെ. കോളേജ്, ഹോസ്പിറ്റല് എല്ലാം ഉണ്ട്. ഹോട്ടൽ നോക്കിയാ അങ്ങറ്റം തൊട്ട് കിടക്കുന്ന മൊത്തം ഇത് മൊത്തം അവരുടെയാണ്, ഇവരുടെ പ്രോപ്പർട്ടിയാണ് ഫുൾ. ഇതിന്റെ ബാക്കി നാളത്തെ ഗ്രൗണ്ടൊക്കെ മാച്ച് തുടങ്ങുമ്പോഴത്തേക്കും കാണിച്ചു തരാം. എന്തായാലും ഇനിയിപ്പോൾ നേരെ ഒരു ഹോട്ടൽ തപ്പട്ട അടുത്തുള്ള സേലം എത്തി. നമ്മുടെ ഗ്രൗണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ സ്റ്റേ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ വൈകിട്ട് എത്തിയപ്പോഴത്തെ എന്ത് പരിപാടി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുമ്പോഴാണ് എല്ലാവരും പറയുന്നത് ബ്ലാസ്റ്റ് അല്ലേ? ബ്ലാസ്റ്റ് അർജുൻ്റെ പടം നല്ല റിവ്യൂ ഒക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് കാണാം. ഇത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. കാരണം തമിഴ്നാട്ടിൽ വന്നിട്ട് അവിടുത്തെ തിയേറ്ററിൽ ഇപ്പോൾ ഒരു സിനിമ കാണുന്നത് എൻ്റെ ലൈഫിൽ എൻ്റെ ഇത്രയും വർഷത്തെ ഒരു ഇതിൽ ഫസ്റ്റ് അത് കാണാൻ പോകുന്നത് അർജുൻ്റെ പടമാണ് കേട്ടോ. ലൈഫിൽ അങ്ങനെ മറക്കില്ല, ഫസ്റ്റ് വരുന്ന കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ മറക്കില്ല ലൈഫിൽ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം ചായ അഡിക്റ്റ് ആണല്ലോ ഞാൻ. അപ്പോൾ ഒരു ചായയും കുടിച്ചിട്ട് പരിപാടി തുടങ്ങാൻ വെച്ചു. അപ്പോൾ അനീഷ് എന്തായാലും അവിടെ കുളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൂമിൽ ഒരു റൂമിൽ നമ്മളെല്ലാം 4 ആൾക്കാർ കൂടി അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം അതിൻ്റെ ആവശ്യമുണ്ട്. 2 ദിവസത്തേക്ക് നമ്മൾ കളിക്കാൻ വേണ്ടി വന്നിട്ട് ടു മച്ച് ഓഫ് എക്സ്പെൻസ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഓൾറെഡി കളിക്കാൻ അവിടെ നിന്ന് വരുന്നതേ വലിയൊരു എക്സ്പെൻസാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇനി റൂമിനും കൂടി നമ്മൾ ഉറങ്ങാൻ തലച്ചായ്ക്കുന്ന ഒരു ഇടം, വൃത്തിയുള്ളൊരു ബാത്റൂം, അത് മതി. ഗായ്സ്, അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ സിനിമ കണ്ടിരിക്കുകയാണ്, ബ്ലാസ്റ്റ്. നമ്മളെ കന്നിപ്പടം തന്നെ, വെട്ടലം സാധനം, വെട്ടലം. ഇത് തിയേറ്ററിൽ പോയി കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ എന്നെപ്പോലെ KGF ഫസ്റ്റ് തിയേറ്ററിൽ പോയി കാണാത്ത ആൾക്കാരാണ്. കാരണം അത്രയും കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ്. ഫൈറ്റാണ് പടം. പക്ഷേ ആ ഫൈറ്റിനൊക്കെ എന്താ പറയുക, ഫുൾ നല്ല കിട്ടില്ല സ്റ്റോറി ഉണ്ട്, നല്ല കഥ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ഫൈറ്റ് സിനിമ. അത് സത്യം. നമ്മൾ അത് കണ്ടിറങ്ങാൻ പോകണ്ടല്ലോ, നമ്മൾ തല ഫുള്ള് മറ്റേ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കിട്ടില്ല. എന്തായാലും നമ്മുടെ തമിഴ്നാട്ടിൽ വന്നിട്ട്, നീ തമിഴ്നാട്ടിൽ ആദ്യമായിട്ടല്ലേ സിനിമ കാണുന്നത്? ആദ്യമായിട്ടാണ് സിനിമയ്ക്കാണ്. അപ്പം ഫസ്റ്റ് പടം തന്നെ കന്നിപ്പടം, മറക്കില്ല, ബ്ലാസ്റ്റ്. അതൊരു കിടിലം. അത് നോക്കി 100 കോടി അടിക്കും, ചുമ്മാ അടിക്കും. പിന്നെ അതിൻ്റെ സുഭാഷ് കെ രാജ് പുള്ളിയുടെ ഫസ്റ്റ് പടമാണ് കേട്ടോ. കിടിലം, കത്തിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല. പിന്നെ സ്റ്റണ്ട്
അവിടെ പ്രിറ്റി എന്ന് അങ്ങനെയല്ലേ, പ്രിറ്റി അഭിരാമി, പേര് മിസ്റ്റേക്ക് കൊണ്ട് പിന്നെ അർജുൻ. അതെ, അഭിരാമി അല്ല പ്രിറ്റി, അതായത് മറ്റേ നമ്മളെ സായി അഭയശങ്കറിന്റെ ആൽബത്തിൽ അഭിനയിച്ച പെൺകുട്ടിയാണ്. അവളുടെ ഫൈറ്റ് നമുക്കൊരു പെണ്ണ് നിന്ന് ഇടിച്ചാലും അതിനൊരു കിൻഡൽ വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ആ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സാധനം ഫൈറ്റ് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളി. എന്തായാലും ഇതിന്റെ ഡയറക്ടർ സുഭാഷ് കെ രാജിന് ഒരുപാട് നന്ദി, നല്ലൊരു പടം ഇങ്ങനെ ഇറക്കി തന്നതിന്. നമ്മളുടെ തമിഴ്നാട്ടിൽ വന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇത്രയുള്ളൂ. ഇനി നമ്മൾ പോയി വല്ലതും കഴിക്കട്ടെ ഗൈസ്. നമ്മൾ ഡിന്നർ കഴിക്കുകയാണ്. ഇവിടുത്തെ ദോശ ഒരു സൈസ് ഉണ്ടാകും. മസാല ദോശ എത്രയുണ്ട്? ദോശയും മീൻകറി. ഈ ഇവിടുത്തെ മീൻകറിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ഒരു മാങ്ങാച്ചാറിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. ഒരു മാങ്ങാച്ചാറിൻ്റെ ഒക്കെ ഇതല്ലേ. ചപ്പാത്തി ഇവിടെ എല്ലാം വലിയ സൈസാണ്. ദോശ വലുത്, ചപ്പാത്തി വലുതാണ്. ചപ്പാത്തി പിന്നെ നമ്മളവിടെ അറിയില്ല, സ്പെഷ്യൽ എല്ലാവർക്കും ചപ്പാത്തി വലുതായിരിക്കും. മീൻകറിയിൽ മുക്കുന്നു. അവിടുത്തെ ഈ ഗ്രേവിയിൽ ഒരു നമ്മൾ മാങ്ങാച്ചാറിൽ മുക്കി തിന്നാൻ ടേസ്റ്റ്. ഇത് നാട്ടുകോഴിക്കറിയാണേ. അത് നാടൻ കോഴിക്കറി. അതാണ് നാട്ടുകോഴി അല്ലേ? ഊപ്പതാണ്. അതോ ഗ്രേവി.